വെള്ളപ്പൊക്കമുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും ദുരിതബാധിത കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച 10,000 രൂപയുടെ ധനസഹായം നൽകാതെ സർക്കാർ. പത്തനംതിട്ട റാന്നി പഴവങ്ങാടിയിൽ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിട്ടില്ല. കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ ധനസഹായം ലഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രളയബാധിതരായ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായം 10,000 രൂപ ലഭ്യമാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്ന് 2 ആഴ്ച പിന്നിട്ടു. പത്തനംതിട്ട റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ 84 വീടുകളിലാണ് വെള്ളം കയറിയത്. ഉദ്യോഗസ്ഥർ ഇതുവരെ വിവരങ്ങൾ ശേഖരിച്ചത് 35 വീടുകളിൽ നിന്ന് മാത്രമാണെന്ന് വാർഡംഗം ബെനറ്റ് മാത്യു പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 30 വീടുകളോളം അവർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ തീരുമാനങ്ങളായിട്ടില്ല. സ്വന്തമായി പണം മുടക്കിയാണ് വെള്ളം കയറിയ വീടുകൾ കുടുംബങ്ങൾ വൃത്തിയാക്കിയത്. സാധനങ്ങൾ പകുതിയും വെള്ളത്തിൻ്റെ അകത്തൂടെ തന്നെ മേലോട്ട് മാറ്റേണ്ടതായിട്ടാണ് വന്നത്. അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു. കുറേ സാധനങ്ങളൊക്കെ പോയി. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് റാന്നിയിലെ വ്യാപാരികളും ആവശ്യപ്പെട്ടു. ഓണമായിരുന്നുകൊണ്ട് മിക്ക കടകളിലും ധാരാളം സാധനങ്ങൾ ഇറക്കി വെച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആർക്കും മാറ്റാൻ പറ്റിയില്ല. അപ്പം ധനസഹായം കിട്ടുന്നത് ഒന്ന് നഷ്ടത്തിൻ്റേത്. അത് തന്നെയല്ല, ഈ ചെളികളും മണ്ണും എല്ലാം മാറ്റാൻ തന്നെ ഓരോ കടക്കാർക്കും നല്ല ഒരു തുക ക്ലീനിങ്ങിനായിട്ട് ചിലവായിട്ടുണ്ട്. നഷ്ടത്തിന്റെ കണക്കെടുപ്പ് തുടരുകയാണെന്നും കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ധനസഹായം ലഭ്യമാക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ജില്ലാ കളക്ടേഴ്സ് അവരുടെ കണക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവശ്യമായ എത്രയാണോ നമ്പർ അത്രയും പേർക്ക് പണം കൊടുക്കും. വെള്ളപ്പൊക്കത്തിൽ നഷ്ടം സംഭവിച്ചവരുടെ കൃത്യമായ വിവരശേഖരണമാണ് നടക്കുന്നതെന്നും ഇക്കുറി വ്യാപാരികളെ കൂടി ധനസഹായ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വൈകാതെ ധനസഹായം ലഭ്യമാക്കുമെന്നും റാന്നി MLA പഴകുളം മധു പറഞ്ഞു. 2018 പ്രളയം ഉണ്ടായപ്പോൾ വീടുകൾക്ക് മാത്രമേ നഷ്ടപരിഹാരം കിട്ടിയുള്ളൂ. ഇത്തവണ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൂടി ആ നഷ്ടപരിഹാരത്തിന്റെ ആനുകൂല്യം ലഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ മാത്രം 57 കിണറുകളാണ് വെള്ളം കയറി ഉപയോഗശൂന്യമായത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിണറുകൾ വൃത്തിയാക്കിയെങ്കിലും ഇതുവരെ കിണറുകൾ ഉപയോഗയോഗ്യമായിട്ടില്ല. റിപ്പോർട്ടർ പത്തനംതിട്ട.